ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവതവാഹിനി, അധ്യായം 41. കൃഷ്ണാവതാരത്തിൻ്റെ സന്ദേശം. ആഗ്രഹങ്ങളാൽ ഉണ്ടായ മാനസിക വിക്ഷോഭങ്ങൾ നശിപ്പിച്ച് മനസ്സ് ഉന്മൂലനം ചെയ്യുന്നതിൽ വിജയം കണ്ട രാജാവ് തൊഴുകൈകളോടെ അവസാനത്തെ ഒരേ ഒരു ആഗ്രഹത്തിൽ പ്രചോദിതനായി പ്രാർത്ഥിച്ചു. ഗുരു, ഈ ശരീരത്തെ സംബന്ധിച്ച് അന്ത്യസമയം അടുത്തുകൊണ്ടിരിക്കുന്നു. മുനിയുടെ ശാപം പൂർണ്ണതയിലെത്തി എൻ്റെ നേരെ അതിവേഗം കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിന് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ജീവൻ ഭൗതിക വാസസ്ഥാനത്തിൽ നിവസിക്കുന്നിടത്തോളം കാലം ഞാൻ സ്വയം ദിവ്യചിന്തകളിൽ വ്യാപൃതനാകുമെന്നും ഈശ്വരനെ സദാ സ്മരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ ലേശം പോലും ഭംഗം ഉണ്ടാകരുത്. അനുവദിക്കപ്പെട്ടിരുന്ന കാലത്തിൻ്റെ ശേഷിച്ച ചെറിയ ഭാഗം നന്ദഗേഹം പ്രകാശമാനമാക്കിയ ആ നന്ദനന്ദനൻ്റെ രമണീയമായ മുഖം എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകാൻ വേണ്ടി വിനിയോഗിക്കപ്പെടണമേ. ആ ഉല്ലാസഭരിതമായ സ്വരൂപം എൻ്റെ ബോധമണ്ഡലം നിറഞ്ഞ് കവിഞ്ഞൊഴുകി എന്നിൽ അളവറ്റ ആനന്ദം ചൊരിയണമേ. വിഭു പിറന്ന മംഗളമുഹൂർത്ത വേളയെ അങ്കിതമാക്കും വിധം നിശ്ചയമായും നടന്നിരുന്ന കൃപാവർഷത്തെ സംബന്ധിച്ച് വിശദീകരിച്ചാലും, ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ച വേളയിൽ ലോകത്തിന് വെളിവാക്കപ്പെട്ട ആശ്ചര്യകരമായ സംഭവങ്ങൾ എന്തായിരിക്കും? ദിവ്യശിശുവിനെ കൊല്ലണം എന്ന ക്രൂരമായ തീരുമാനം കംസൻ എങ്ങനെ കൈക്കൊണ്ടു? എങ്ങനെ ആ തീരുമാനം ദിവസങ്ങൾ കഴിയുന്തോറും ആളിക്കത്തി? ആ കംസൻ്റെയും വിഭുവായ കൃഷ്ണൻ്റെയും ജനനം സംബന്ധിച്ച കഥ എനിക്ക് പറഞ്ഞു തന്നാലും അന്ത്യനിമിഷത്തിൽ ആ പവിത്ര കഥകളാൽ അനുഗ്രഹീതമാകട്ടെ. അത് തീർച്ചയായും എൻ്റെ ശ്വാസത്തെ ഗോപാലനിൽ വിലയം പ്രാപിക്കുവാൻ തക്കവണ്ണം പവിത്രമാക്കും. ഇത് കേട്ട ശുഗമുനി കൂടുതൽ സന്തുഷ്ടനായി. മഹാരാജാവേ, അവശേഷിക്കുന്ന ഏതാനും നേരം ഭഗവാന്റെ അത്ഭുതകരമായ ജനനത്തെപ്പറ്റി, ഭഗവത് ലീലകളെപ്പറ്റിയും ഉള്ള കഥകൾ പാരായണം ചെയ്യുന്നതിൽ എനിക്ക് ആനന്ദമുണ്ട്. ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഗോപാലൻ അവതരിച്ചത്. അത് നിഗൂഢ രഹസ്യത്താൽ പൂരിതമാണ്. ആത്മശുദ്ധി നേടാനുതകുന്ന ദിവ്യപ്രവർത്തികളിലൂടെ ജ്ഞാനം പരിപക്വമായവർക്ക് മാത്രമേ ആ നിഗൂഢത അനാവരണം ചെയ്യുവാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും ആകൂ. മറ്റുള്ളവർക്ക് ഈ ലോകം തന്നെ ഹീനപാതകങ്ങളുടെ ഒരു നീർച്ചുഴിയാണ്. അതിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ അവർ ഉല്ലസിക്കുന്നു, അതിൽ മുങ്ങിപ്പൊങ്ങി ഒടുവിൽ അതിൽ അലിഞ്ഞു ചേരുന്നു. അത്തരം ആളുകളെ സംബന്ധിച്ച ചിന്തകളിൽ നാം സ്വയം പാഴാക്കേണ്ടതില്ല. രാജൻ, പണ്ട് കാലത്ത് യദുകുലത്തിലെ ആഹുകൻ എന്ന ചക്രവർത്തി നാടുവാണിരുന്നു. അദ്ദേഹത്തിന് സാമന്തന്മാരായി അനേകം ഉപരാജാക്കന്മാരുണ്ടായിരുന്നു. അവർ ചക്രവർത്തിയുടെ ഹിതാനുവർത്തികളായി കപ്പം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മയുടെ സംരക്ഷണത്താൽ ശാന്തിയും ക്ഷേമവും അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിന് ദേവകൻ, ഉഗ്രസേനൻ എന്ന 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്ന് രാജ്യഭരണത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാറായപ്പോൾ അവരുടെ വിവാഹം നടത്തിച്ച് തൻ്റെ ഭരണഭാരത്തിൻ്റെ ഒരു ഓഹരി അവരുടെ ശിരസിൽ ചുമത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ദേവകന് 7 പുത്രിമാരുണ്ടായി, ഉഗ്രസേനന് 9 പുത്രന്മാരും. പുത്രിമാരിൽ ഏറ്റവും പ്രായം കൂടിയവൾ ദേവകിയായിരുന്നു. ഉഗ്രസേനൻ്റെ മൂത്ത പുത്രനായിരുന്നു കംസൻ. നമുക്കിരുവർക്കും അഭിരുചിയുള്ള ഈ കഥയിൽ ഇവർ 2 പേരും പ്രമുഖ സ്ഥാനം വഹിക്കുന്നു. പണ്ട് യദു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന മധുര. ഈ പരിധിക്കുള്ളിൽ യദുവിന് സാമന്ത രാജാവായ ശൂരസേനൻ വസിച്ചിരുന്നു. അദ്ദേഹത്തിന് 10 പുത്രന്മാരും 5 പുത്രിമാരും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കൂടിയവൻ വസുദേവൻ, മൂത്ത മകൾ കുന്തി ദേവി. ഈ കുടുംബങ്ങൾ അയൽപക്കക്കാരായിരുന്നു. മക്കൾ വളർന്നു വന്നു. അതിവേഗത്തിലുള്ള കാലപ്രവാഹത്തോടൊപ്പം അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന സംഭവങ്ങൾ പലതും നടന്നു. കംസന്റെ പിതൃ സഹോദര പുത്രിയായ ദേവകിയെ വസുദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ആ മംഗളകർമ്മം വളരെ ആഡംബരപൂർവ്വമായിരുന്നു. ചക്രവർത്തിമാർ, രാജാക്കന്മാർ, നാടുവാഴികൾ, ജ്ഞാനികൾ, പണ്ഡിതന്മാർ, സന്യാസിമാർ തുടങ്ങി അനവധി പേർ അതിൽ പങ്കെടുത്തു. വിശിഷ്ട വ്യക്തികളെയും രാജകുമാരന്മാരെയും കൊണ്ട് നഗരം നിറഞ്ഞു. കംസൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ആഡംബരത്തോടെ ആതിഥ്യം നൽകി. അയാൾക്ക് സ്വന്തം സഹോദരിമാരുണ്ടായിരുന്നില്ല. അതിനാൽ അയാൾ ദേവകിയെ
തന്നിലുപരിയായി സ്നേഹിച്ചു. അതിനാൽ അദ്ദേഹം ആ യുവരാജകുമാരിയെ അമൂല്യങ്ങളായ വസ്ത്രാഭരണങ്ങൾ ധരിപ്പിക്കുകയും മറ്റ് രാജകീയ ചമയങ്ങളിൽ അലങ്കൃതമാക്കുകയും ചെയ്തു. ആ ആഘോഷം കണ്ട് സർവർക്കും അതുല്യമായ ആനന്ദമുണ്ടായി. പതിവിൻപടി പാരിതോഷികങ്ങളും സമ്മാനങ്ങളും കൊടുത്ത് 3-ാം ദിവസം വധുവിനെ വരൻ്റെ വസതിയിലേക്ക് അയക്കേണ്ടിയിരുന്നു. കംസൻ അതിസുന്ദരമായ ഒരു രഥവുമായി ദേവകിയെ ഇരുത്തി സാഭിമാനം തേർതൊളിച്ചു. വിചിത്രമായി അലങ്കരിച്ച രഥവുമായി ആ ഘോഷയാത്ര നടക്കുമ്പോൾ പെട്ടെന്ന് രഥത്തിനു മുകളിൽ അത്യുജ്വലമായ മിന്നൽ പിണറുണ്ടായി. പ്രളയത്താൽ ലോകം അവസാനിക്കാൻ പോവുകയാണോ എന്ന് തോന്നും പോലെ അതിഭയങ്കര വിസ്ഫോടന ശബ്ദം കേട്ടു. മിന്നലും ഇടിമുഴക്കവും ഘോഷയാത്രയിലെ രാജാക്കന്മാരെയും പൗരന്മാരെയും തൂണുകൾ കണക്കെ നിശ്ചലരാക്കി. സംഗീതധ്വനി പെട്ടെന്ന് നിലച്ചു. ആകാശത്തിൽ നിന്നും അത്യുച്ചത്തിൽ സുവ്യക്തമായ ഒരു ശബ്ദം കേട്ടു. അതിലെ വാക്കുകൾ ഇപ്രകാരം മാറ്റിക്കൊണ്ടു: അല്ലയോ കംസ ചക്രവർത്തി, വരാനിരിക്കുന്ന സംഭവങ്ങൾ അറിയാതെ നീ ഒരു വിഡ്ഢിയെപ്പോലെ പെരുമാറുന്നു. നിന്റെ പ്രാണനെപ്പോലെ നീ സ്നേഹിക്കുന്ന ആ ഘോഷാഡംബരങ്ങളോടുകൂടി രഥത്തിൽ അന്തസ്സിൽ കൊണ്ടുപോകുന്ന ഈ സഹോദരി അവളുടെ 8ാമത്തെ ഗർഭത്തിൽ നിന്നെ അന്തകപുരത്തിലേക്ക് അയക്കാൻ പോകുന്ന കുഞ്ഞിനെ വഹിക്കും. ആ അപായത്തെപ്പറ്റി ആലോചിക്കൂ. ദുശ്ശകുന സൂചകങ്ങളായ വാക്കുകൾ ഉച്ചരിച്ച് തേജോരൂപം ആകാശത്ത് നിന്നും അദൃശ്യനായി. ഇത് കേട്ടുനിന്ന പൗരാവലിയും രാജാക്കന്മാരും പണ്ഡിതന്മാരും പെട്ടെന്ന് ആനന്ദരഹിതരായി. രഥാരൂഢനായ കംസന്റെ ഹൃദയത്തിൽ കോപാഗ്നി കത്തിജ്വലിച്ചു. അദ്ദേഹത്തിന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. ആശയക്കുഴപ്പത്തിലേക്ക് അകപ്പെടുകയും ചെയ്തു. കടിഞ്ഞാൺ കരത്തിൽ നിന്നും വീണു. വിദ്വേഷം മനസ്സിൽ ആളിക്കത്തി. കൂടുതൽ ഭയാശങ്കകളിലേക്ക് മനസ്സ് നിപതിച്ചു. ഒടുവിൽ ആ നിർണായക തീരുമാനത്തിലെത്തി. സഹോദരി ജീവനോടെ ഉണ്ടായെങ്കിലല്ലേ തൻ്റെ കൊലയാളി പിറക്കൂ. പെങ്ങളുടെ ജീവനെടുക്കാൻ തന്നെ വധിക്കാനുള്ള പെങ്ങളുടെ ജീവൻ എടുക്കയാൽ തന്നെ വധിക്കാനുള്ള ആ ശിശു പിറക്കുകയില്ല. ഈ ചിന്താമാർഗം കൈക്കൊണ്ട് രഥത്തിൻ്റെ പിൻവശത്ത് ഇരുന്ന സഹോദരിയെ പിന്നിയിട്ട തലമുടിയിൽ പിടിച്ച് പൊക്കി നിർത്തി മൂർച്ചയേറിയതും മിന്നുന്നതുമായ വാൾ ഉറയിൽ നിന്നൂരി അവളുടെ ശിരച്ഛേദം ചെയ്യുവാൻ ഒരുപെട്ടു. ഏറ്റവും കഠിന ഹൃദയമുള്ളവർക്ക് പോലും ആ ഭയങ്കര ദൃശ്യം കണ്ട് ഞെട്ടി. ഇതെത്ര ഭയാനകം! ഇത്ര കാലം ഗാഢമായി സ്നേഹിച്ച സഹോദരിയെ ഇത്ര വലിയ ആഘോഷത്തോടെ വരൻ്റെ വസതിയിലേക്ക് താൻ സ്നേഹപൂർവ്വം കൊണ്ടുവിടുന്ന സഹോദരിയെ കഴുത്തറുത്ത് വധിക്കാൻ ശ്രമിക്കുകയോ? എന്തൊരു വൈപരീത്യം! ആ ദുരന്തത്തെ തടയുവാൻ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് വാസുദേവൻ എഴുന്നേറ്റ് കംസൻ്റെ കരങ്ങൾ ബലമായി പിടിച്ചു. പ്രിയമേറിയ ശ്യാല, ഞാനും ആ ശരീരി കേട്ടു. നിങ്ങൾക്ക് വരുന്ന ആപത്തിൽ ഞങ്ങളും പങ്കാളികളാണല്ലോ. നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. ഞങ്ങൾ അനവരതം നിങ്ങളെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുവാൻ ഞങ്ങൾ ഒരുമ്പെടുകയില്ല. മറ്റെല്ലാവരും ആനന്ദോന്മത്തരായിരിക്കുമ്പോൾ താങ്കളെപ്പോലെയുള്ള ഒരു സഹോദരൻ ഇത്തരം വിനാശകരമായ കർമ്മത്തിൽ ഏർപ്പെടുന്നത് ശരിയല്ല. നിങ്ങളുടെ പെങ്ങളെ വിടൂ. പിറക്കാനിരിക്കുന്ന ബാലനിൽ നിന്ന് നിങ്ങൾക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞ ശരീരിയിൽ അത്ര അഗാധമായ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അവൾ പ്രസവിക്കുന്ന എല്ലാ പൈതങ്ങളെയും നിങ്ങളെ ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്യാമെന്ന് ഇതാ ശപഥം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഭയത്തെ അകറ്റുമല്ലോ. എൻ്റെ ഈ വാഗ്ദത്തത്തെ അവഗണിച്ച് അങ്ങ് സോദരിയെ സംഹരിക്കുന്നുവെങ്കിൽ അത് അങ്ങേക്കും രാജ്യത്തിനും മഹാപാപത്തിൻ്റെ ഫലമായ നാശം വരുത്തിവെക്കും. ദയനീയമാം വിധം വസുദേവൻ ഇങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ കംസൻ്റെ മനസ്സിളകി. അളിയൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കംസന് സ്വല്പം ആശ്വാസം തോന്നി. അയാൾ മുടിയിലെ പിടിവിട്ടു. ദേവകി ഇരിപ്പിടത്തിൽ വീണ്ടും ഇരുന്നു. അയാൾ പറഞ്ഞു, ശരി, മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ തന്ന വാക്ക് പാലിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ് കംസൻ രഥം ഇളയ സഹോദരനെ ഏൽപ്പിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെന്നത് നിശ്ചയം. പക്ഷേ അയാളുടെ മനസ്സ് സഹോദരി സ്നേഹം, മരണഭീതി എന്നിവയ്ക്കിടയിൽ ആടി ഉലയുകയായിരുന്നു.
തൂവൽ കിടക്കയിലാണ് ശയിച്ചിരുന്നതെങ്കിലും പൊള്ളുന്ന തീക്കനൽ മെത്തയിലാണ് കിടന്നു പൊരിയുന്നതെന്ന തോന്നൽ. വിശപ്പ് കുറഞ്ഞു, നിദ്ര പോലുമില്ലാതെയായി. അവൻ മരണഭീതിയിൽ ആണ്ടുപോയി. ആ നിലയിൽ കംസൻ 1 വർഷം കഴിച്ചുകൂട്ടി. പക്ഷേ അളിയന്മാർ പരസ്പരം ബന്ധം തുടർന്നു പോന്നു. അതിനിടയിൽ ദേവകിക്കൊരു മകൻ പിറന്നു. നിന്നെ രക്ഷിക്കാൻ ശിശുവിനെ അയാൾക്ക് കൊടുക്കാം എന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് എന്ന് ദേവകിയോട് പറഞ്ഞുകൊണ്ട് വസുദേവൻ നവജാത ശിശുവിനെ കംസന്റെ കരുണയ്ക്കായി വിട്ടുകൊടുത്തു. എന്നാലും കംസന് ആ ഇളം കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അടിയൻ വാഗ്ദത്തമനുസരിച്ച് പ്രവർത്തിച്ചുവല്ലോ എന്നതിൽ സന്തോഷമുണ്ടായി. കംസൻ പറഞ്ഞു, പ്രിയപ്പെട്ട സ്യാല, ഈ ശിശു എന്നെ ഉപദ്രവിക്കില്ല. അശരീരി 8ാമത്തെ കുട്ടിയെ പറ്റിയല്ലേ പറഞ്ഞത്, അതിനാൽ അതിനെ തിരികെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇപ്രകാരം വസുദേവന് കുഞ്ഞിനെ തിരികെ കിട്ടുകയും അദ്ദേഹം ശിശുവിനെ ദേവകിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് പ്രഥമ സന്താനത്തെ തിരികെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായി. ആ അനുഗ്രഹത്തിനായി ഈശ്വരനോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു. കാലം കുറേ ചെന്നപ്പോൾ ദേവകി വീണ്ടും ഗർഭം ധരിച്ചു. കംസൻ ഈ കുഞ്ഞിനെ എന്തു ചെയ്യും എന്ന് ഭയന്ന് അവർ കാലം കഴിച്ചു. അവർക്ക് സന്താനങ്ങൾ വേണമെന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് വരാനിരിക്കുന്ന വിധിയോർത്ത് ഭയവും തോന്നി. അതിനിടയിൽ നാമസങ്കീർത്തനം ചെയ്ത് ത്രിലോക സഞ്ചാരം ചെയ്യുന്ന നാരദ മഹർഷി കംസന്റെ രാജസദസ്സിൽ വന്നു. കംസനോട് ക്ഷേമ വാർത്ത അന്വേഷിച്ചു. രാജ്യത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, അഭിവൃദ്ധിയല്ലേ എന്നും മറ്റും. സംഭാഷണ മധ്യേ ദേവകൾ മനുഷ്യരായി അവതരിച്ചു എന്നതാണ് യാദവന്മാരെന്നും കാലനേമി എന്ന വിഖ്യാതാസുരൻ്റെ പുനർജന്മമാണ് കംസൻ എന്നുമുള്ള വസ്തുത അദ്ദേഹത്തെ വെളിപ്പെടുത്തി. മാത്രമല്ല ദേവകിയുടെ അഷ്ടമപുത്രൻ അസുരകുലത്തെ തുടച്ചു നീക്കുമെന്നും കംസനെ തന്നെ യമലോകത്തേക്ക് അയക്കുമെന്നും അറിയിച്ചു. അഗ്നിയിൽ എണ്ണ പാർന്നതുപോലെ കംസന്റെ രോഷം ആളിപ്പടർന്നു. നാരദൻ അതുകൊണ്ടു മാത്രം തൃപ്തി വരാതെ കംസനോട് വിട പറയുമ്പോൾ, നീ ജീവനോടെ ഇരിക്കുന്ന ഓരോ ദിവസവും ഓരോ ശതാബ്ദം എന്ന് ഗണിച്ചോളൂ. മരണം അതിവിദൂരതയിലാണെന്ന് കരുതേണ്ട എന്നുകൂടി പറഞ്ഞു. ആ താക്കീത് കൂടി കേട്ടപ്പോൾ കംസന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. ചെറിയ കുട്ടികൾ പോലും തൻ്റെ മരണത്തിന് കാരണക്കാരാവാം എന്ന് ഭയന്ന് വസുദേവനോട് ഉടനെ വന്ന് തന്നെ കാണണമെന്ന് ആജ്ഞാപിച്ചു. എന്താപത്താണാവോ വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് ഭയന്ന് വിറച്ച് വസുദേവൻ അയാൾ അരികിലേക്ക് എത്തിയപ്പോൾ കംസൻ ക്രോധാവേശത്താൽ അലറിക്കൊണ്ട് ഒരു ചോദ്യം എറിഞ്ഞു. നിനക്കിപ്പോൾ എത്ര കുട്ടികളുണ്ട്? വസുദേവന് മറുപടി പറയുവാൻ നാവ് പൊങ്ങിയില്ല. മറുപടിയായി പറയുന്ന സംഗതി തന്നെ അപകടത്തിലാക്കിയാലോ? അധരങ്ങൾ വിറച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് 6 മക്കളുണ്ട്. കംസൻ അട്ടഹസിച്ചു. ശരി, നാളെ പുലർകാലെ അവർ 6 പേരെയും കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കണം. വസുദേവൻ മറുപടി പറഞ്ഞില്ല. വാക്കു പാലിക്കണമല്ലോ. പക്ഷേ മക്കളോടുള്ള സ്നേഹബന്ധം അദ്ദേഹത്തെ പിന്നോക്കം പിടിച്ചു വലിച്ചു. കഷ്ടിച്ച് നടക്കാൻ കഴിവുള്ള ഒരു ശവമെന്ന പോലെ അദ്ദേഹം നടന്നു. 6 മക്കളെയും തൻ്റെ മടിയിലിരുത്തി ഓമനിക്കുകയായിരുന്ന ദേവകിയുടെ അരികിലെത്തി. കംസൻ പുത്രന്മാരെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദേവകി അത് കേട്ടപ്പോൾ മക്കളെ വാരി പുണർന്ന് വിവരണാതീതമായ അഗാധ വ്യസനം അനുഭവിച്ചു. ചക്രവർത്തി, ഒരു ജീവൻ്റെ രക്ഷയ്ക്കായി നിരപരാധികളായ എത്ര ജീവിതങ്ങളെ ബലിയർപ്പിച്ചു എന്ന് നോക്കണം. എന്തിനീ ഘോരപാപം എന്ന് നനച്ച് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ദിവ്യതയുടെ നിഗൂഢാർത്ഥം അറിയുന്നവരായി ആരുണ്ട്? ബാഹ്യദൃഷ്ടിയിൽ അത് മാപ്പർഹിക്കാത്ത ശിശുഹത്യാണെന്ന് തോന്നും. പക്ഷേ അകക്കണ്ണ് മറ്റൊരു കാഴ്ച കണ്ടേക്കാം. മുജ്ജന്മങ്ങളിൽ ആ ശിശുക്കൾ തന്നെ ചെയ്ത പാപകൃത്യങ്ങളുടെ ഫലമായിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ മേൽ നിബന്ധിച്ച വല്ല ശാപങ്ങളുടെയും പരിണിത ഫലമായാകാം. അതുമല്ലെങ്കിൽ കുറെ കൂടി ഉയർന്ന പദവിയിൽ ജന്മമെടുക്കാൻ വേണ്ടിയിട്ടാകാം. അവരുടെ ഭൂതകാലത്തിൽ കാണാപ്പുറങ്ങളിലും ഭാവി കാലത്തെ ഗഹ്വരങ്ങളെയും എന്താണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് ആർക്കറിയാം? എന്തിനാണ് അവർ പിറന്നത്, ജീവിക്കുന്നത്, മരിക്കുന്നത് എന്നൊക്കെ ആരറിയുന്നു? ലോകർ ജനന മൃതികൾക്കിടയിലുള്ള ഇടവേള മാത്രം കാണുന്നു. ആ ഹ്രസ്വകാലത്തെ മാത്രം പരിഗണിക്കുന്നു. അഖില ബ്രഹ്മാണ്ട നായകൻ, ത്രിലോകങ്ങൾക്കും അധീശൻ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. അവന് സർവ്വജനങ്ങളെക്കാളും കാരുണ്യമുണ്ട്. അദ്ദേഹം ത്രിലോകങ്ങളും ത്രികാലങ്ങളും ത്രിഗുണങ്ങളും പരിഗണിച്ച് കൃപ വർഷിക്കുന്നു. എന്താണ് നല്ലതെന്ന് മറ്റെല്ലാവരെക്കാളും നന്നായി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എല്ലാം ആ വിഭുവിൻ്റെ സങ്കല്പം എന്ന് വിശ്വസിച്ച് ശാന്തമായി അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെയും കാരുണ്യത്തെയും ധ്യാനിക്കുക എന്നതാണ് മനുഷ്യകരണീയമായിട്ടുള്ളത്. രാജൻ, പിറ്റേന്ന് സൂര്യൻ ചക്രവാളോപരി ഉയർന്ന ഉടനെ വാസുദേവൻ
പരിചാരകരുടെ സഹായത്തോടെ മനസ്സോടെ കുട്ടികളെ കംസൻ്റെ അരികിലേക്ക് കൊണ്ടുചെന്ന് കണ്ണിറുകെ ചിമ്മി അവരെ കംസൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് അശ്രുവാർത്തു. സ്വാർത്ഥമൂർത്തിയും ഭ്രാന്തമാനസനുമായ കംസൻ ഓരോ കുഞ്ഞിനെയും കാൽ പിടിച്ച് കഠിനമായി നിലത്തടിച്ച് ഹനിച്ചു. ഇടയിൽ കടന്ന് തടയാനാകാതെ നിസ്സഹായനായ വാസുദേവൻ ഭാരിച്ച ഹൃദയത്തോടെ വീട്ടിലേക്കു മടങ്ങി. രാജദമ്പതികളുടെ ദേഹങ്ങൾ അതിഭയങ്കരമായ മനോവേദന മൂലം ക്ഷീണിച്ചുപോയി. മൗനമായി അവരെല്ലാം സഹിച്ചു. ജീവിതത്തിലെ ഓരോ നിമിഷവും വമ്പിച്ച ഭാരമായി തോന്നി. ദൈവേച്ഛ നടക്കുക തന്നെ വേണമല്ലോ, ഒരുവൻ ജീവിതാവസാനം വരെ ജീവിക്കുകയും വേണം എന്ന് സ്വയം സമാധാനിച്ചു. ഇത്തരം വികാരങ്ങളാൽ മനോബലമറിച്ച് അവർ സ്വശക്തിയും ശരീരങ്ങളെയും വ്യസനത്താൽ ഉളവാക്കിയ അശ്രുപ്രവാഹത്തിൽ അലിയിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ 7ാമത്തെ ഗർഭധാരണം അത്ഭുതകരമാവണ്ണം അത് 7ാം മാസത്തിൽ ഛിദ്രിച്ചുപോയി. അത് കംസനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങുണ്ടെങ്കിൽ ഏതു വിധത്തിൽ? അവർക്ക് അതിനുത്തരം കിട്ടിയില്ല. കംസൻ ആ വാർത്തയറിഞ്ഞു. തന്നെ വഞ്ചിക്കാൻ സഹോദരി നടത്തിയ സൂത്രമാണെന്ന് നനച്ച് പതിയെയും പത്നിയെയും അതീവ സുരക്ഷയുള്ള തടവറയിൽ പാർപ്പിച്ചു. സായിറാം.